തീർച്ചയായിട്ടും ഇത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശ്രീ പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണിത്. അപ്പം ആ നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ വിജയത്തെ വളരെ വിനയത്തോടു കൂടി സ്വീകരിക്കുന്നു. ജനങ്ങൾ നൽകിയ അംഗീകാരത്തെ അങ്ങേയറ്റം വിനയത്തോടു കൂടി സ്വീകരിച്ച് ജനങ്ങൾക്കും ഈ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും. ഇല്ല, ഞങ്ങളിത് തുടക്കം മുതലേ പറഞ്ഞു, ദയവായി ഇത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി കാണരുത്. ഇത് UDF LDF തമ്മിലുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൽ UDF നല്ല രീതിയിൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. കേരള കോൺഗ്രസുകളുടെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ വരുന്ന മുറയ്ക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. കേരളത്തിലെ UDFന്റെ വിജയത്തിന് കാരണം അതൊരു പിണറായി വിരുദ്ധ അല്ലെങ്കിൽ പിണറായി സർക്കാർ വിരുദ്ധ വികാരമാണ്. രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. സർക്കാർ വിരുദ്ധ വികാരം തീർച്ചയായിട്ടും. ഈ ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ കേരളം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും അതിനെ അംഗീകരിക്കില്ല. മറ്റൊന്ന്, ദേശീയ തലത്തിൽ മാറ്റം വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജനാധിപത്യം, മതേതരത്വം അതെല്ലാം സംരക്ഷിക്കപ്പെടണം. അതിനനുകൂലമായിട്ടൊരു വിധി തീർപ്പാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിന്റേതായിട്ടുള്ളൊരു പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വഹിച്ചിട്ടുണ്ട്.